കാർഷിക വാർത്തകൾ. കയറ്റുമതിയിൽ നാളികേര ഉൽപ്പന്നങ്ങളെ ബഹുദൂരം പിന്നിലാക്കി ചകിരി ഉൽപ്പന്നങ്ങൾ. 2025 രാജ്യത്ത് നിന്ന് കയറ്റി അയച്ചത് $61.2 കോടി മൂല്യമുള്ള ചകിരി ഉൽപ്പന്നങ്ങളാണ്. 2024-25 വർഷം കയറ്റി അയച്ച നാളികേര ഉൽപ്പന്നങ്ങളുടെ മൂല്യമാകട്ടെ 4,349 കോടി രൂപയും. ആഗോളതലത്തിലെ വൻ ഡിമാൻഡും വില വർധനയുമാണ് ചകിരി ഉൽപ്പന്നങ്ങളുടെ കയറ്റുമതി മൂല്യം കുതിക്കാനിടയാക്കിയത്. ഒറ്റ വർഷം കൊണ്ട് മൂല്യത്തിലുണ്ടായ കുതിപ്പ് 70%. 2024 $35.8 കോടി മൂല്യമുള്ള ചകിരി ഉൽപ്പന്നങ്ങളാണ് കയറ്റി അയച്ചത്. ഒരു വർഷം കൊണ്ട് മൂല്യത്തിൽ $25.4 കോടി വർധനയാണുണ്ടായത്. ഏകദേശം 2,300 കോടിയാണിത്. ചകിരി ഉൽപ്പന്ന കയറ്റുമതിയിൽ 2025 ലോകത്തെ ഏറ്റവും മികച്ച പ്രകടനം നടത്തിയ രാജ്യമായി ഇന്ത്യ മാറിയെന്ന് ഇന്റർനാഷണൽ കോക്കനട്ട് കമ്മ്യൂണിറ്റിയുടെ മാർച്ച് മാസത്തെ അവലോകന റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു. അളവിലും മൂല്യത്തിലും ചകിരിച്ചോർ കയറ്റുമതി കുതിച്ചുയർന്ന വർഷമാണ് 2025. 9.54 ലക്ഷം ടൺ ചകിരിച്ചോറാണ് 2025 മാത്രം കയറ്റുമതി ചെയ്തത്. 2024 7.32 ലക്ഷം ടണ്ണായിരുന്നു കയറ്റുമതി. കയറ്റുമതിയിലെ അളവ് 30% മാത്രം കൂടിയപ്പോൾ മൂല്യം 85% വർദ്ധിക്കാൻ ആഗോളതലത്തിലെ ഉയർന്ന വിലയാണ് കാരണമായത്. ചകിരിച്ചോറിന്റെ സുസ്ഥിരമായ ആഗോള ആവശ്യമാണ് ഇതിലേക്ക് നയിച്ചതെന്ന് ICC റിപ്പോർട്ട് ചൂണ്ടിക്കാണിക്കുന്നു. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. കടലിൽ ചൂട് കൂടിയതോടെ കേരളത്തിൽ മത്സ്യലഭ്യത കുറഞ്ഞു. ചെറിയ ബോട്ടുകൾക്കും വള്ളങ്ങൾക്കും ജോലിയില്ലാത്ത അവസ്ഥയാണെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. നേരത്തെ 1 ലക്ഷം രൂപയുടെ വരെ മീൻ കിട്ടിയിരുന്ന സ്ഥാനത്ത് ഇപ്പോൾ 30,000-40,000 രൂപയുടെ മീനേ ലഭിക്കുന്നുള്ളൂ. 2 ദിവസം കൊണ്ട് കടലിൽ പോയി തിരിച്ചെത്തുന്ന വള്ളങ്ങൾക്ക് ചെമ്മീൻ, കിളിമീൻ എന്നിവ കിട്ടുന്നുണ്ടെങ്കിലും അതും വളരെ കുറവാണ്. കോഴിക്കോട് മാർക്കറ്റിൽ അയലയും മത്തിയും ഉൾപ്പെടെയുള്ളവ എത്തുന്നത് ഗോവ, മുംബൈ, തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നാണ്. 60 നോട്ടിക്കൽ മൈൽ വരെ പോകുന്ന ബോട്ടുകൾക്ക് മാത്രമാണ് കാര്യമായി മത്സ്യം ലഭിക്കുന്നത്. ചെറിയ ബോട്ടുകൾക്കും വള്ളങ്ങൾക്കും ജോലിയില്ലാത്ത അവസ്ഥയാണെന്ന് മത്സ്യത്തൊഴിലാളികൾ പറയുന്നു. 50 അടി മുതൽ 100 അടി വരെയുള്ള ബോട്ടുകളും പരമ്പരാഗത വള്ളങ്ങളുമാണ് പണിയില്ലാതെ പ്രതിസന്ധിയിലായത്. കേരളത്തിൽ കടൽമീൻ കുറഞ്ഞതോടെ വളർത്തു മത്സ്യങ്ങളാണ് കൂടുതലും മാർക്കറ്റിലെത്തുന്നത്. കൂടുതലും വളർത്തു ചെമ്മീനുകളും ഡാം മീനുകളുമാണ് ഉള്ളത്. വളർത്തു ചെമ്മീൻ 450 രൂപയ്ക്ക് വരെ വിറ്റുപോകുന്നുണ്ട്. മത്സ്യലഭ്യത വിഷുവിനെ വലിയ രീതിയിൽ ബാധിച്ചിരുന്നു. നെയ്മീന് വിഷുവിന് കിലോയ്ക്ക് 1,400 രൂപ വരെ വില ഉയർന്നു. ഇപ്പോൾ 1,100 രൂപയായി കുറഞ്ഞിട്ടുണ്ട്. ആവോലി 900 രൂപ വരെ ഉയർന്നിരുന്നു. അത് 600 രൂപയായും കുറഞ്ഞു. മത്തി 280 രൂപ വരെ എത്തിയിരുന്നു. ഇപ്പോൾ 120 രൂപയായി കുറഞ്ഞു. അയല 340 രൂപ വരെ ഉയർന്നത് 240ആയും കുറഞ്ഞിട്ടുണ്ട്. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് മീനുകൾ എത്തുന്നുണ്ടെങ്കിലും അതും ലഭ്യത വളരെ കുറവാണ്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. കശ്മീരിലെ ആപ്പിൾ കർഷകരും വ്യാപാരികളും കടുത്ത സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നതായി റിപ്പോർട്ടുകൾ. ആപ്പിൾ വിലയിൽ വൻ ഇടിവ് രേഖപ്പെടുത്തിയതാണ് തിരിച്ചടിയായത്. വിപണിയിൽ ആപ്പിൾ വിലയിലുണ്ടായ വിലയിടിവ് കശ്മീരിലെ കർഷകരെയും വ്യാപാരികളെയും കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് തള്ളിവിടുന്നതായാണ് റിപ്പോർട്ട്. കാശ്മീരിന് പുറത്തുള്ള മൊത്ത വ്യാപാര വിപണികളിൽ വില 30 മുതൽ 40% വരെ കുറഞ്ഞതായി കർഷകർ പറയുന്നു. 10 കിലോ പെട്ടി ആപ്പിളിന് 2 ആഴ്ച മുൻപ് 1,300 രൂപ വരെ ലഭിച്ചിരുന്നു. എന്നാൽ ഇത് 700 മുതൽ 1,000 രൂപ വരെയായി കുറഞ്ഞു. ഈ സീസണിൽ ഏകദേശം 30 മുതൽ 35 ലക്ഷം ക്രേറ്റ് ആപ്പിളുകളാണ് കശ്മീരിലെ കോൾഡ് സ്റ്റോറേജ് സൗകര്യങ്ങളിൽ സൂക്ഷിച്ചിരുന്നത്. കഴിഞ്ഞ വർഷം ഓഗസ്റ്റിലുണ്ടായ ജമ്മു ശ്രീനഗർ ദേശീയപാത ഉപരോധവും അന്നത്തെ കുറഞ്ഞ വിപണി വിലയും കാരണമാണ് പല കർഷകരും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാതെ സ്റ്റോറേജ് സൗകര്യങ്ങളിലേക്ക് മാറ്റിയത്. സംഭരിച്ചുവെച്ച ആപ്പിളുകളിൽ 30% വിറ്റഴിക്കപ്പെട്ടിട്ടില്ല. അധികകാലം സ്റ്റോറേജുകളിൽ ഇരിക്കുന്നത് ആപ്പിളിന്റെ ഗുണമേന്മയെ ബാധിക്കുന്നതും കർഷകരെ വലയ്ക്കുന്നതുമാണ്. ചൂട് കൂടിയതോടെ വ്യാപാരികൾ കൂടുതൽ ഉൽപ്പന്നം വാങ്ങാത്തതും മറ്റു സീസണൽ പഴങ്ങൾ മാർക്കറ്റിലെത്തിയതോടെ ആപ്പിളിന്റെ ആവശ്യകത കുറഞ്ഞതും കർഷകർക്ക് തിരിച്ചടിയായി. പ്രതിവർഷം 10,000 കോടി രൂപയിലധികം വരുമാനമാണ് ആപ്പിൾ വ്യവസായത്തിലൂടെ ലഭിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മൈഫിൻ TV. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ മൈഫിൻ TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.